ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തജനങ്ങളെ നിയന്ത്രിച്ച് ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തും. മിനി സിവിൽ സ്റ്റേഷനിൽ ബി.ആർ. സുനിൽകുമാർ എം.എൽ.എ. വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. അതെല്ലാം തന്നെ നമുക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ വളരെ ചിട്ടയോടുകൂടി തന്നെ കൊണ്ടുപോകാൻ എല്ലാ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ എല്ലാം തന്നെ വളരെ ജനങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി കൊണ്ടുപോകാനും യാതൊരു അലോസരവുമില്ലാതെ ഭരണി ചടങ്ങുകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. ആ ഒരു പൂർണ്ണമായിട്ടുള്ള പിന്തുണ തന്നെയാണ്, ജനങ്ങളുടെ പിന്തുണ തന്നെയാണ് തീർച്ചയായിട്ടും ഈ താലപ്പൊലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് നടപ്പിലാക്കേണ്ടത്. അത് പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് നടപ്പിലാക്കണമല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ കൂടുതൽ വരുമ്പോഴുണ്ടാകുന്ന വിഷയങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത് ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇവിടെ നേരത്തെ കളക്ടറും ഉൾപ്പെടെയുള്ളവരുടെ യോഗങ്ങളൊക്കെ തന്നെ കൂടുകയുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഒരാനയാണ് നമുക്ക് പുറത്ത് മൂലക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഉത്സവമായിട്ട് കൊണ്ടുവരാൻ കഴിയുക. 3 ആനയാണ് നമുക്ക് അകത്ത് ഉത്സവം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആളുകളുടെ എണ്ണത്തിലും കുറവുകളുണ്ട്. 200ഓളം പേരെ ആണ് നമുക്ക് പങ്കെടുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ തന്നെ പരിമിതികൾ എല്ലാം തന്നെ നമുക്കുണ്ട്. ആ പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതുപോലെ കടകളൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഒത്തിരി നിർദ്ദേശങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നുള്ളതാണ്. അതെല്ലാവരുടെ ഉത്തരവാദിത്തം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ തന്നെ. അതുകൊണ്ട് വളരെ ചിട്ടയോടുകൂടി തന്നെ ഭരണി മഹോത്സവം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ചിട്ടയോടുകൂടി തന്നെ നമുക്ക് ഈ ഉത്സവം മറ്റ് ചടങ്ങുകളൊന്നും മാറ്റിവെക്കേണ്ടതായിട്ടില്ല. അവിടെ അമ്പലത്തിൽ നടക്കേണ്ടതായിട്ടുള്ള എല്ലാ ചടങ്ങുകളും നടത്തണം എന്ന് തന്നെയാണ്. അതിലൊന്നും യാതൊരുവിധ എതിർപ്പുകളോ ഒന്നും തന്നെ ഇല്ല. ചടങ്ങുകളിലുണ്ടാകുന്ന ആളുകളുടെ എണ്ണങ്ങളിൽ അതുപോലെ തന്നെ നമുക്കറിയാം ആനോത്സവം. താലപ്പൊലിയുടെ ആകർഷണമായ എഴുന്നള്ളിപ്പുകൾക്ക് ഇത്തവണ 3 ആനകളെ മാത്രമാണ് അണിനിരത്തുക. തെക്കേ നടയിലെ ശ്രീകുരുമ്പമ്മയുടെ നടയിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കുമ്പോൾ ഒരാനയെയും കുരുമ്പക്കാവിൽ പ്രവേശിക്കുമ്പോൾ 2 അകമ്പടി ആനകളെയും ചേർത്താണ് എഴുന്നള്ളിപ്പ് നടത്തുക. താലമേന്താൻ 10 സ്ത്രീകൾക്ക് മാത്രം അനുവാദം. ഉച്ചയ്ക്ക് 3 മുതൽ 6 വരെയുള്ള സമയത്ത് ശ്രീകുരുമ്പക്കാവിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അടച്ച് ഭക്തജനങ്ങളെ നിയന്ത്രിക്കും. 200 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം. രാത്രിയിലെ എഴുന്നള്ളിപ്പിന് താലമേന്താൻ 10 സ്ത്രീകൾക്ക് മാത്രമാണ് അനുവാദം. താലപ്പൊലിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സംഘക്കളി, സവാസിനി പൂജ, ആടിനെ നടതള്ളൽ, മലയരയന്മാരുടെ പ്രത്യേക പൂജകൾ എന്നിവയ്ക്ക് ക്രമീകരണം ഏർപ്പെടുത്തും. സംഘക്കളിയടക്കമുള്ള മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ മുടക്കമില്ലാതെ നടക്കും. ജനുവരി 13-ന് മകരസംക്രമണ നാളിൽ 1001 കതിനവെടികളോടെയാണ് 4 ദിവസം നീണ്ടുനിൽക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമാവുക. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ M.U. ഷിനിജ, വൈസ് ചെയർമാൻ K.R. ജൈത്രൻ, തഹസിൽദാർ K. രേവ, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽ കർത്ത, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി T.R. രാജേഷ്, ദേവസ്വം മാനേജർ M.R. മിനി തുടങ്ങിയവർ പങ്കെടുത്തു.